Hi, hello, Mithun, Google Certified Digital Marketer. Welcome to another video in the Meta Arts Mastery course. നമ്മൾ ഇന്ന് ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർട്ട് ഫോർമാറ്റുകളെ കുറിച്ചാണ്. ഏകദേശം നമുക്ക് മെറ്റ നൽകുന്നത് 4 തൊട്ട് 8 ആഡ് ഫോർമാറ്റുകളാണ്. അതിൽ തന്നെ പ്രധാനമായിട്ടുള്ളത് എന്ന് പറയുന്നത് ഇമേജ് ആഡ്, വീഡിയോ ആഡ്, സ്ലൈഡ് ഷോ ആഡ്, കറോസൽ ആഡ്, സ്റ്റോറി ആഡ്സ്, കളക്ഷൻ ആഡ്, പ്ലേയബിൾ ആഡ്സ്, അതുപോലെ തന്നെ മെസ്സഞ്ചർ ആഡ്. ഈ 8 ടൈപ്പാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമേജ് ആഡ് ആണ്. നിങ്ങൾക്ക് ഇപ്പം കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ. ഇപ്പോൾ ഇമേജ് ആഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്ലെയിൻ ഇമേജ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് കോപ്പി റൈറ്റിംഗ് ഉണ്ടാവും, അത് കോണ്ടന്റ് ഉണ്ടാവും, എന്നിട്ട് നമ്മൾ അതിനെ ആഡ് ചെയ്യുന്നു. അതിനാണ് ഇമേജ് ആഡ് എന്ന് പറയുന്നത്. ഇതിനെ തന്നെ നമ്മൾ ഫോട്ടോ ആഡ് എന്നും അതുപോലെ തന്നെ ഡിസൈൻ ആഡ് എന്നും വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഡിസൈൻ ആഡ് എന്ന് വിളിക്കുന്നത്? ഇറ്റ്സ് നത്തിങ് ബട്ട് നമ്മൾ ആ ഒരു പ്ലെയിൻ ഇമേജിന് പകരം കുറച്ച് ഗ്രാഫിക്കൽ എലമെന്റ്സ് ആഡ് ചെയ്തുകൊണ്ട് ഇൻഫോഗ്രാഫിക്സ് ഒക്കെ ആഡ് ചെയ്ത് നമ്മളൊരു കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടൊരു ഗ്രാഫിക്കൽ ഡിസൈൻ ഔട്ട്പുട്ട് വർക്ക്ഔട്ട് ചെയ്ത് ഔട്ട് എടുത്തിട്ടാണ് നമ്മൾ ഇമേജ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡിസൈൻ ആഡ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ബേസിക്കലി അതെന്താണ്, ഇമേജ് തന്നെയാണ്, പക്ഷെ നമുക്ക് കുറച്ചും കൂടെ അതിനെ ഓൾട്ടറേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അത് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഈ ഒരു ഇമേജ് ആഡിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ അതുപോലെ തന്നെ റൺ ചെയ്യാനും സിമ്പിൾ ആണ്. കാരണം നമ്മൾ അത് ഡിസൈൻ ചെയ്തെടുത്താൽ മതി. വീഡിയോ ആഡ് പോലെ വീഡിയോ പ്രൊഡക്ഷൻ ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഡിസൈൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് അഡ്വർടൈസ്മെന്റിലേക്ക് കിടക്കാവുന്നതാണ്. അതേപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു യൂസർ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എടുക്കുന്നു, അവർ സ്ക്രോൾ ചെയ്തുകൊണ്ട് പോകുന്നു, നമ്മുടെ ആഡ് പെട്ടെന്ന് കണ്ടു, അത്രയും അട്രാക്റ്റീവ് ആണെങ്കിൽ അവർ കാണുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു ഓവർവ്യൂ കിട്ടുന്നു, എന്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത്, എന്ത് മെസ്സേജ് ആണ്, എന്താണ് റൈറ്റിംഗ്സ് എന്നുള്ളത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഗ്രാബ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇമേജ് ആഡ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ആഡ് എന്ന് പറയുന്നത് വീഡിയോ ആഡ് ആണ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓരോ ഡെമോ കാണുന്നുണ്ട്, വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോരോ ഫീഡിലാണെങ്കിൽ സ്റ്റോറീസിൽ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, നമ്മൾ പ്രോഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ബ്രാൻഡ് നമ്മൾ ആൾക്കാരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു മെസ്സേജ് ഉണ്ടാവും, ആ മെസ്സേജ് ഡീപ്പായിട്ടും ഇമോഷണൽ ആയിട്ടും ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ആഡ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇമേജ് ആഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് എല്ലാ കാര്യങ്ങളും ആ ഒരു ഇമേജിൽ പറയാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പൊ നമ്മുടെ ആ ഒരു ആശയം ഫുള്ളായിട്ട് അവരെ അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ഈ വീഡിയോ ആഡിലേക്ക് പോകും. നെക്സ്റ്റ് ആഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത് സ്റ്റോറീസ് ആഡ് ആണ്. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആഡിന്റെ പ്രത്യേകത ഇതും ബേസിക്കലി വീഡിയോ തന്നെയാണ്, ബട്ട് ഇതിന് ഒരു ഫോർമാറ്റ് ഉണ്ടാവുള്ളൂ. അതായത് വെർട്ടിക്കൽ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും, ഫുൾ സ്ക്രീന് എൻഡ് ടു എൻഡ്, എഡ്ജ് ടു എഡ്ജ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോർമാറ്റ് ആണ് ഇത്. ഇതിലേക്ക് എന്ന് പറയുമ്പോഴത്തേനും കുറച്ചും കൂടെ ഇമേഴ്സ് ആയിട്ട് ഡീപ്ലി കണക്ട് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അവരൊരു ആക്ഷനിലേക്ക് എടുക്കാൻ വേണ്ടി ഇൻസ്പയർ ചെയ്യിപ്പിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ആഡ് ഫോർമാറ്റുകൾ നന്നായിട്ട് തന്നെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ വീഡിയോ ആഡിന്റെ കേസിൽ പറയുമ്പോഴത്തേനും അതിന് ഡിഫറെന്റ് ഷേപ്സ് വരാം. അതായത് വെർട്ടിക്കൽ വരാം, ലാൻഡ്സ്കേപ്പ്, സ്ക്വയർ, ഏത് രീതിയിലുള്ള ഷേപ്പുകളും വരാം. സ്റ്റോറി ആഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു വെർട്ടിക്കൽ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും, എഡ്ജ് ടു എഡ്ജ് ആയിട്ടുള്ള ഒരു വീഡിയോ ഫോർമാറ്റ് ആണ് ഇത്. അടുത്തൊരു ആഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മെസ്സഞ്ചർ ആഡ് ആണ്. മുന്നേ ഒക്കെ നമ്മൾ കുറേ ആൾക്കാർ മെസ്സഞ്ചറിലൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആഡ് ആയിരുന്നു മെസ്സഞ്ചർ ആഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് മെസ്സഞ്ചറുമായി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആഡ് ഫോർമാറ്റ് തന്നെയാണ് മെസ്സഞ്ചർ ആഡ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഓൾറെഡി യൂസർ ആ മെസ്സഞ്ചറിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ ഇൻബോക്സ് പോലെ നമുക്ക് ആഡ് വരും. അതുപോലെ തന്നെ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് നമ്മൾ ബിസിനസ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് തന്നെ ഒരു മെസ്സേജ് പോലെ ഒരു ആഡ് അവർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഒന്ന് നിങ്ങൾ ആലോചിക്കുക, ഒരു മെസ്സഞ്ചറിൻ്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ അവരൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു റിലാക്സ് മോഡിലായിരിക്കും. ആ സമയത്ത് നമ്മുടെ ബ്രാൻഡ് അവരുടെ മുന്നിൽ കറക്റ്റായിട്ട് എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ കൂടെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സമയം എന്തായാലും അവിടെ ഉണ്ടാവും. അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുപോലെ തന്നെ സെയിൽ അല്ലെങ്കിൽ ലീഡ് ജനറേഷനും കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടെ നല്ല രീതിയിലേക്ക് പോകാനും കൂടെ സാധിക്കുന്നതാണ്. അടുത്ത് നമ്മൾ നോക്കുന്ന ആഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത് കറോസൽ ആഡ് ആണ്. കറോസൽ ആഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മൾട്ടിപ്പിൾ ഇമേജസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വീഡിയോസ് ഉണ്ടാവും. നമ്മൾ യൂഷ്വലി ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നതാണ്, നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫോർമാറ്റിൽ നമുക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പറ്റും. ആ ഒരു സിംഗിൾ ആഡ് യൂണിറ്റിൽ നമുക്ക് അപ് ടു 10 ഇമേജ് അല്ലെങ്കിൽ 10 വീഡിയോ വരെ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ഇമേജും
ലിങ്കബിൾ ആണ്. ഇപ്പൊ നമ്മൾ സപ്പോസ് ഏതെങ്കിലും പ്രോഡക്റ്റ് ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആമസോൺ ആണ് പ്രോഡക്റ്റ്, അവരെ കുറച്ച് പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആഡ് അവർ ഇറക്കുകയാണ്, അല്ലെങ്കിൽ സെപ്റ്റോ പോലത്തെ കമ്പനികൾ അവരുടെ ആഡ് ഇറക്കുമ്പോൾ അവർ യൂഷ്വലി ഈ പറയുന്ന കരോസൽ ആഡൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഓരോ പ്രോഡക്റ്റും ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ആ പ്രോഡക്റ്റിലേക്കുള്ള ലിങ്ക് നമുക്ക് കറക്റ്റായിട്ട് അതിനെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ യൂസർ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൽ അവർ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് യൂസറിനെ നമുക്ക് അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു കറോസൽ ആഡ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഓരോ കാർഡ് കൂടെ നമ്മുടെ സ്റ്റോറി പറയണമെന്നുണ്ടെങ്കിൽ, ബ്രാൻഡ് സ്റ്റോറി കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു കറോസൽ ആഡ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ സ്ലൈഡ് ഷോ ആഡ് ബേസിക്കലി എന്ന് പറഞ്ഞാൽ സ്ലൈഡ് ആയിരിക്കും, ഇമേജ് പോലത്തെ സ്ലൈഡ്സ് ആയിരിക്കും. അതൊരു മോഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ സൗണ്ട് ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഫോർമാറ്റ്, ഒരു ലൈറ്റ് വെയിറ്റ് വീഡിയോ ഫോർമാറ്റിലായിരിക്കും അതിൻ്റെ ഔട്ട് വരുന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു ഒറിജിനൽ വീഡിയോന്റെ ആവശ്യമില്ല. നമുക്ക് സ്ലൈഡ് ഉണ്ടെങ്കിൽ തന്നെ ഓരോ സ്ലൈഡ് കൊടുത്തുകൊണ്ട് തന്നെ ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് കൊടുത്ത് ഫീഡ് ചെയ്യാൻ പറ്റും. അത് ഈ ഫേസ്ബുക്ക് തന്നെ എന്താക്കും, ഓട്ടോമാറ്റിക്കലി ഒരു സ്ലൈഡ് ഷോ പോലെ ആക്കിയിട്ട് ആ ഒരു അഡ്വർടൈസ്മെന്റ് ഫോർമാറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കണ്ടുവരുന്ന മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു ആഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇ കോമേഴ്സിനൊക്കെ നന്നായിട്ട് ഉപകരിക്കുന്നതാണ് കളക്ഷൻ ആഡ് എന്ന് പറയുന്നതാണ്. കളക്ഷൻ ആഡിൽ എന്ന് പറയുമ്പോൾ ഒരു ഫീച്ചേർഡ് വലിയൊരു ഇമേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഉണ്ടാവും, അതിന്റെ താഴെ റിലേറ്റഡ് അല്ലെങ്കിൽ വേറെ തന്നെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്ട്സുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഓരോ പ്രോഡക്റ്റിനെ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനും ഡിസ്കവർ ചെയ്യാനും ബ്രൗസ് ചെയ്യാനും അതുപോലെ തന്നെ ബൈ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അതും ഫാസ്റ്റ് എൻവോൾവ്മെന്റിലാണ് നമുക്ക് ഇതെല്ലാം കിട്ടുന്നതെന്നും കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ആഡ്, ഇപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ഒരു ആഡ് കൊടുത്ത് അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യിപ്പിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് അത്രത്തോളം നല്ലൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് ലോഡ് ചെയ്യാനായിട്ട് താമസം ഉണ്ടാവും. അതുപോലെ തന്നെ അതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ലോ ആയെന്നുണ്ടെങ്കിൽ യൂസറിന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ആ ഒരു സെയിൽ അവിടെ ഡ്രോപ്പ് ചെയ്യാനും യൂസർ നമ്മുടെ ബ്രാൻഡിൽ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അവിടെ ഒരു അവസരം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഈ പറയുന്ന പോലെ കളക്ഷൻ ആഡാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ പ്രോഡക്റ്റുകളും കാര്യങ്ങളും കസ്റ്റമേഴ്സിന് മുന്നിൽ എത്തിക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർ അതിനകത്ത് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഫേസ്ബുക്കിന്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഈ പറയുന്ന കാറ്റലോഗ് ഓപ്പൺ ചെയ്ത് വരികയാണ്. അതായത് നമ്മുടെ ഇ കൊമേഴ്സിന്റെ ബാക്ക് എൻഡിൽ നിന്ന് ഓരോ പ്രോഡക്റ്റ് ഏതൊക്കെയാണോ നമ്മൾ ലിസ്റ്റ് ചെയ്തെല്ലാം കൂടെ ഫെച്ച് ചെയ്തിട്ട് അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ എന്താണ്, ഇതെല്ലാം നടക്കുന്ന വിത്തിൻ ദ ഫേസ്ബുക്ക് ആണ്. ഈ പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിൽ കൂടെ നടക്കുന്നതുകൊണ്ട് തന്നെ അത് ഫാസ്റ്റ് ലോഡിങ് ആയിരിക്കും. അപ്പൊ ഈ പറയുന്ന ലാഗും ഡിലേ ഡ്രോബാക്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കസ്റ്റമേഴ്സിന് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റും കാര്യം ബ്രാൻഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ അവർക്ക് അവിടുന്ന് ബൈ ചെയ്യാനും സാധിക്കുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലേയബിൾ ആഡ് ഫോർമാറ്റ് ആണ്. ഇപ്പം മൊബൈൽ ആപ്ലിക്കേഷന്റെ കേസിൽ എസ്പെഷ്യലി ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ഒക്കെയാണ് നമുക്ക് ഇത് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ യൂസറിന് നമ്മളൊരു എക്സ്പീരിയൻസ് കൊടുക്കുകയാണ്, അതായത് ഒരു പ്രിവ്യൂ കൊടുക്കുകയാണ്. അതുമായിട്ട് അവർക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവർക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ള ഒരു ബോധ്യം ഈ ഒരു ആഡിൽ തന്നെ അവർക്ക് കിട്ടാൻ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹൈ ഇന്റർനെറ്റ് ആയിട്ടുള്ള യൂസേഴ്സ് ആയിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനും യൂസ് ചെയ്യാനും പോകുന്നത്. ഇനി നിങ്ങൾ ഇങ്ങനെ ഒരു സിനാരിയോ ആലോചിച്ച് നോക്കുക. നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ആണ്, അത് പെയ്ഡ് ആണ്, ഫ്രീ വേർഷൻ അവൈലബിൾ അല്ല. ആ സമയത്ത് നമുക്ക് ഈ പറയുന്ന ആപ്ലിക്കേഷന്റെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ യൂസേഴ്സിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലേയബിൾ ആഡ് ഫോർമാറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡ് തന്നെ അവർക്ക് അതിന്റെ പ്രിവ്യൂ കാണാനും അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കുന്നതാണ്. അതിന്റെ ഒരു ബോണസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഇൻസ്റ്റാൾ ചെയ്യുന്ന യൂസേഴ്സും നമ്മുടെ പെയ്ഡ് കസ്റ്റമർ ആവാനുള്ള ചാൻസ് വളരെ അധികവുമാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ആഡ് ഫോർമാറ്റുകളെ കുറിച്ച് പറയാനുള്ളത്. ബേസിക്കലി 8 ആഡ് ഫോർമാറ്റുകളാണ്. ഓരോന്നിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ് അതിന്റെ ടൈപ്പ്, അതിന്റെ ഡെമോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രാൻഡ് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യാന്നുള്ളൊരു ഇൻസൈറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം, ഏതൊക്കെ ആഡ് എവിടെയൊക്കെ കാണിക്കണം, എങ്ങനെയൊക്കെ കാണിക്കണം, ഏത് ഫോർമാറ്റിൽ കാണിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്തിട്ട് എപ്പോൾ കാണിക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തന്നെ പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, എന്നെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ചെറിയ ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്താവുന്നതാണ്, നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ ആഡ് ഫോർമാറ്റുകൾ കണ്ടു. ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡ് പ്ലേസ്മെന്റുകളാണ്. ഇതൊക്കെ എവിടെയൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ നമ്മൾ നെക്സ്റ്റ് റിലീസ് ചെയ്യുന്നതായിരിക്കും.